നമസ്കാരം. ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. പെരിയ കൂട്ടക്കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10-15 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം. മുൻ MLA കുഞ്ഞിരാമൻ അടക്കം മറ്റ് പ്രതികൾക്ക് 5 വർഷം തടവും കോടതി ശിക്ഷ വിധിച്ചു. ശിക്ഷ വിധിച്ചത് കൊച്ചി CBI കോടതി. വിധിയിൽ തൃപ്തരല്ല എന്ന് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം. വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നത്. കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും കുടുംബം. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾ വിധി കേട്ടത് കല്യാട്ടെ സ്മൃതി മണ്ഡപത്തിൽ എത്തി. സ്മൃതി മണ്ഡപം സാക്ഷ്യം വഹിച്ചത് വൈകാരിക രംഗങ്ങൾക്ക്. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകും എന്ന പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ പ്രതികളെ എല്ലാവരെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. വിധിയെ സ്വാഗതം ചെയ്ത കോൺഗ്രസ് നേതാക്കൾ എല്ലാ മാർഗവും ഉപയോഗിച്ച് പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ നടത്തിയ ശ്രമം പരാജയപ്പെട്ടുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവഴിച്ച തുക തിരിച്ചടയ്ക്കണമെന്നും KC. പെരിയ കേസ് വിധി CPIMന്റെ കൊലപാതക രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇരട്ട ജീവപര്യന്തത്തിൽ തൃപ്തിയുണ്ട് എന്നും വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. വെറുതെ വിട്ട പ്രതികൾക്കെതിരെ അപ്പീൽ പോകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. തുടർ നടപടികൾ കുടുംബവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും മറ്റു നേതാക്കൾ. കേസിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടവർക്കും കൊലപാതകം ആസൂത്രണം ചെയ്തവർക്കുമുള്ള പങ്ക് തെളിയിക്കുന്നതുവരെ കോൺഗ്രസ് നിയമ പോരാട്ടം തുടരുമെന്ന് K സുധാകരൻ. ഭരണകൂടം ഏത് കൊലയാളി ഏത് എന്ന് തിരിച്ചറിയാത്ത കേസ് ആണ് പെരിയ കേസെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഉയർന്ന കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം തുടരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CBI രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പാർട്ടി നേതാക്കളെ ഉൾപ്പെടുത്തിയെന്നും ഗോവിന്ദൻ. വിധി അന്തിമമല്ല എന്നും നിയമപരമായ തുടർ നടപടികൾക്ക് സാധ്യതയുണ്ട് എന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. ക്ഷേത്രങ്ങളിലെ ഷർട്ട് വിവാദത്തിൽ G സുകുമാരൻ നായരെ പിന്തുണച്ചും ശിവഗിരി മഠത്തിന്റെ അഭിപ്രായം തള്ളിയും രമേശ് ചെന്നിത്തല. ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയാണ്, അത് കണക്കിലെടുത്തുള്ള തീരുമാനങ്ങളാണ് വേണ്ടത് എന്നും ചെന്നിത്തല. ഷർട്ട് വിവാദത്തിൽ ശിവഗിരി മഠത്തിനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സച്ചിദാനന്ദ സ്വാമി പ്രമാണിയാകാൻ പറഞ്ഞത്. ഇക്കാര്യത്തിൽ SNDP യോഗം നേരത്തെ നിലപാടെടുത്തിട്ടുണ്ട് എന്നും കണിച്ചുകുളങ്ങരയിലെ ക്ഷേത്രം ഉദാഹരണമാണ് എന്നും വെള്ളാപ്പള്ളി. ഓരോരുത്തരും പറയാനുള്ളത് പറഞ്ഞതോടെ വിവാദം തീർന്നുവെന്നും വെള്ളാപ്പള്ളി. ചില ക്ഷേത്രങ്ങളിൽ കയറാൻ പുരുഷന്മാർ മേൽവസ്ത്രം ഊരണമെന്ന നിബന്ധനയിൽ കാലാനുസൃത പരിഷ്കാരം വേണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രസാദ്. വിഷയത്തിൽ ബന്ധപ്പെട്ട എല്ലാവരുമായും കൂടിയാലോചന നടത്തും. ഇതിൽ ദേവസ്വം ബോർഡ് മാത്രമല്ല അഭിപ്രായം പറയേണ്ടത് എന്നും തന്ത്രി സമൂഹത്തോടും ആലോചിക്കണമെന്നും പ്രസാദ്. രമേശ് ചെന്നിത്തല NSSന്റെ പുത്രൻ എന്ന സുകുമാരൻ നായർ പറഞ്ഞത് കടന്നുപോയി എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പുത്രൻ അച്ഛനു വേണ്ടി മാത്രമല്ലേ പ്രവർത്തിക്കൂ എന്ന് വെള്ളാപ്പള്ളി. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മൃദംഗ വിഷൻ MDM നികോഷ് കുമാറിന് ഇടക്കാല ജാമ്യം. അടുത്ത ചൊവ്വാഴ്ച വരെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. വന നിയമ ഭേദഗതിക്കെതിരെ PV അൻവർ നയിക്കുന്ന ജനകീയ യാത്രയിൽ UDF നേതാക്കൾ പങ്കെടുക്കുന്നില്ല. യാത്ര ഉദ്ഘാടനം ചെയ്യുന്നതിൽ നിന്ന് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ പിന്മാറി. നേതൃത്വത്തിന്റെ അനുമതി ഇല്ലാത്തതാണ് കാരണം. UDF നേതാക്കൾ ജനകീയ യാത്രയിൽ പങ്കെടുക്കില്ല എന്നത് തിരിച്ചടിയായി കരുതുന്നില്ല എന്ന് PV അൻവർ ന്യൂസ് 18നോട്. വിഷയത്തിൽ ധാർമ്മിക പിന്തുണയാണ് അവരിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നത്. UDFന്റെ ഭാഗമാകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം പറയാൻ ഇനിയും സമയമുണ്ട്. ഈ സർക്കാരിനെ താഴെയിറക്കാൻ ആരുമായും സഹകരിക്കുമെന്നും അൻവർ.
അൻവറിന്റെ UDF സഹകരണത്തെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിലെ നേതാക്കളാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നും KC. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി മുനമ്പം ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം 83ാം ദിവസം. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ CN രാമചന്ദ്രൻ നായർ നാളെ മുനമ്പം സന്ദർശിക്കും. ഞായറാഴ്ച വരാപ്പുഴ, കോട്ടപ്പുറം, എറണാകുളം, അങ്കമാലി അതിരൂപതകളുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധിക്കും. മുനമ്പം പ്രശ്നത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരെന്ന് രമേശ് ചെന്നിത്തല. പ്രശ്നം സർക്കാർ ഗൗരവത്തിൽ എടുക്കണമായിരുന്നു. ന്യായം മുനമ്പം നിവാസികളുടെ ഭാഗത്താണ്. നീതിരഹിതമായ നടപടിയാണ് നടക്കുന്നത്. നിയമസഭയിൽ മുനമ്പം പ്രശ്നം ഉന്നയിക്കുമെന്നും ചെന്നിത്തല. പുകവലിയെ ന്യായീകരിച്ചും എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് എതിരെയും മന്ത്രി സജി ചെറിയാൻ. കൂടിയിരുന്ന പുകവലിച്ചതിന്റെ പേരിൽ കുട്ടികൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി. പുകവലിക്കുന്നത് മഹാ അപരാധമാണ്. ജയിലിൽ കിടന്നപ്പോൾ താനും പുകവലിക്കുമായിരുന്നു. ദിവസവും ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളായിരുന്നു MT വാസുദേവൻ നായർ. പ്രതിഭ MLAയുടെ മകനും കൂട്ടുകാർക്കും എതിരെ ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുത്ത എക്സൈസ് വകുപ്പിന്റെ നടപടിക്ക് എതിരെ ആയിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. കായംകുളത്ത് പ്രതിഭ MLAയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മകനെതിരായ കഞ്ചാവ് കേസിന് പിന്നാലെ സമൂഹ മാധ്യമം വഴി MLA അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. VP അനിലിനെ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. EN മോഹൻദാസിന് പകരമാണ് അനിൽ സെക്രട്ടറിയാകുന്നത്. അനാരോഗ്യം കാരണം തന്നെ ഒഴിവാക്കണമെന്ന് മോഹൻദാസ് ആവശ്യപ്പെട്ടിരുന്നു എന്ന സൂചന. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു VP അനിൽ. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരെയും ചേർത്ത് നിർത്തി പ്രവർത്തിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി VP അനിൽ. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കും. സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്ന് മലപ്പുറം ജില്ലയുടെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യമെന്നും അനിൽ. BJPയിൽ തർക്കം രൂക്ഷം. സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നുവെന്ന് കാണിച്ച് സംസ്ഥാന ഭരണാധികാരി നാരായണൻ നമ്പൂതിരിക്കെതിരെ PK കൃഷ്ണദാസ് പക്ഷം ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി. മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നതിലാണ് തർക്കം. പല ജില്ലകളിൽ പല മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് പരാതി. പരാതിയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. കോഴിക്കോട് DCC പ്രസിഡന്റിന് എതിരെ പോസ്റ്റർ. ഉള്ളിയാരയിലാണ് പോസ്റ്റർ പതിച്ചിട്ടുള്ളത്. പാർട്ടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ പുറത്താക്കിയെന്ന റെക്കോർഡ് സൃഷ്ടിക്കാനാണ് പ്രസിഡന്റിന്റെ ശ്രമം എന്ന വിമർശനം. ജയ് കോൺഗ്രസ് സേവ് കോൺഗ്രസ് ഉള്ളിയേരി എന്ന പേരിൽ ആണ് പോസ്റ്റർ. കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ ചിലർ എട്ടുകാലിമമ്മൂഞ്ഞ് ചമയുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേന്ദ്ര സർക്കാർ വലിയ പരിഗണനയാണ് കേരളത്തിന് നൽകുന്നത്. എന്നാൽ അവകാശവാദം ഉന്നയിക്കാൻ എല്ലാവർക്കും അനുമതി നൽകിയിട്ടുണ്ട് എന്നും കേന്ദ്രമന്ത്രി. അനിൽ അംബാനിയുടെ കമ്പനിയിൽ KFC നടത്തിയ 60 കോടിയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിയമസഭയിലും മറുപടി നൽകാതെ സർക്കാർ. കഴിഞ്ഞ ജൂലൈ 1-നാണ് PC വിഷ്ണുനാഥ്, TJ വിനോദ്, M വിൻസെന്റ്, KK രമ എന്നിവർ ധനമന്ത്രിയോട് ചോദ്യം ഉന്നയിച്ചത്. KFCയുടെ വിവാദ നിക്ഷേപം സംബന്ധിച്ച എല്ലാ ചോദ്യങ്ങളിൽ നിന്നും ധനകാര്യമന്ത്രി ഉത്തരം നൽകാതെ ഒഴിഞ്ഞുമാറി എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. അന്തരിച്ച വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വീട്ടിലെത്തി നടൻ മമ്മൂട്ടി. MTയുടെ മരണസമയത്ത് അസർബൈജാനിൽ സിനിമയുടെ ചിത്രീകരണത്തിലായിരുന്നു മമ്മൂട്ടി. MTയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ മമ്മൂട്ടിക്ക് സാധിച്ചിരുന്നില്ല. MTയെ എങ്ങനെ ഓർക്കുന്നു എന്ന ചോദ്യത്തിന് മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വന്നത് എന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സജ്ജമായി തിരുവനന്തപുരം. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ജില്ലാ അതിർത്തിയായ തട്ടത്തുമലയിൽ ഏറ്റുവാങ്ങി. അല്പസമയത്തിനകം സ്വർണ്ണക്കപ്പ് കലോത്സവ വേദിയിലേക്ക് എത്തും. കലോത്സവ കലവറയുടെ പാലുകാച്ച് നടന്നു. നാളെയാണ് കലാമേളയ്ക്ക് തിരിതെളിയുന്നത്. സ്കൂൾ കലോത്സവത്തിനോടനുബന്ധിച്ച് ആഘോഷമായി കലവറ നിറയ്ക്കൽ. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന്
വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെയാണ് കലവറ നിറയ്ക്കലിനോട് അനുബന്ധിച്ച് ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചത്. പുത്തരിക്കണ്ട മൈതാനത്ത് ഒരു നേരം 20,000 പേർക്ക് എന്ന നിലയിലാണ് ഭക്ഷണം ഒരുക്കുന്നത്. സ്കൂൾ കലോത്സവത്തെ തുടർന്ന് ജനുവരി 8 വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കിഴക്കേക്കോട്ട മുതൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം വരെയുള്ള ഭാഗത്ത് ബസ്സുകൾക്ക് നിയന്ത്രണം. ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ബസ് സർവീസുകൾ അട്ടക്കുളങ്ങര, വെട്ടിമുറിച്ചകോട്ട, കോട്ടയ്ക്കകം എന്നിവിടങ്ങളിൽ ഉള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിന്നും സർവീസ് നടത്തും. വലിയ വാഹനങ്ങൾക്ക് ആറ്റുകാൽ ക്ഷേത്ര പാർക്കിംഗ് ഗ്രൗണ്ടിലും പൂജപ്പുര ഗ്രൗണ്ടിലും പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന കായികമേളയിൽ പ്രതിഷേധിച്ച സ്കൂളുകളെ വിലക്കിയ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടി വിവാദത്തിൽ. പരസ്യ പ്രതിഷേധം ഉയർത്തിയ തിരുനാവായ നാവാമുകുന്ദ, കോതമംഗലം മാർബേസിസ് സ്കൂളുകൾക്കാണ് വിലക്ക്. ദേശീയ താരങ്ങൾക്ക് ഉൾപ്പെടെ അവസരം നഷ്ടപ്പെടും എന്നതിനാൽ തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യം കായിക രംഗത്ത് നിന്നടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. സ്കൂൾ കലോത്സവത്തിൽ പരസ്യ പ്രതിഷേധം ഉണ്ടാകാതിരിക്കാനാണ് നടപടിയെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ അഗ്നിബാധ. ടെക്നോ പാർക്ക് ഫേസ് 1 ടാറ്റ എക്സിൽ ആണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയാണ്. കോഴിക്കോട് വടകരയിൽ കാരവാനിൽ യുവാക്കളെ മർദ്ദിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഡമ്മി പരിശോധന നടത്തി. MVD ഉദ്യോഗസ്ഥർ, ഫോറൻസിക് വിദഗ്ധർ, ബെൻസ് വാഹന നിർമ്മാതാക്കൾ, NITയിലെ വിദഗ്ധ സംഘം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മരണകാരണം എന്ന് കണ്ടെത്തിയ കാർബൺ മോണോക്സൈഡ് എങ്ങനെ വാഹനത്തിനുള്ളിൽ എത്തിയെന്നാണ് പരിശോധിക്കുന്നത്. സാങ്കേതിക തകരാർ കാരണം കരിപ്പൂർ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തി. ദുബായിൽ നിന്നും കരിപ്പൂരിലേക്ക് വന്ന IX344 വിമാനത്തിലാണ് സാങ്കേതിക കരാർ ഉണ്ടായത്. ലാൻഡിംഗ് ഗിയറിലെ ഹൈഡ്രോളിക് പ്രശ്നമാണ് കാരണം. പാലക്കാട് കുളപ്പള്ളിയിൽ വീണ്ടും വാഹനാപകടം. ഈസ്റ്റ് മിനിശ്ശേരിയിൽ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടം. ലക്കിടി മംഗലം സ്വദേശിയായ യുവതിക്ക് പരിക്കേറ്റു. ഇവരെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ വരന്തരപ്പള്ളി വലിയകുളത്ത് മാൻ വാഹനത്തിന് കുറുകെ ചാടിയതിനെ തുടർന്ന് അപകടം. ബൈക്ക് യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികരായ അസൈന, പാത്തുമ്മ, സക്കീന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വരന്തരപ്പള്ളിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ടൗണിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തായിരുന്നു അപകടം. CNG ഓട്ടോറിക്ഷയിൽ ഗ്യാസ് ലീക്കായതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. ഫയർഫോഴ്സ് എത്തി തീയാണ്. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെയും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. 93,178 ഭക്തർ ആണ് ഇന്നലെ ശബരിമലയിൽ ദർശനം നടത്തിയത്. ശബരിമലയിലെ വരുമാനത്തിലും വൻ വർധന. മുൻ വർഷത്തേക്കാൾ 82 കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇതുവരെ ലഭിച്ചത്. മണ്ഡലകാലത്ത് 297 കോടി രൂപയായിരുന്നു വരുമാനം. ദക്ഷിണാഫ്രിക്കൻ പാർലമെന്റിലേക്ക് തുടർച്ചയായ 2ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയായ അനിൽകുമാർ കേശവ പിള്ള ശബരിമലയിൽ ദർശനം നടത്തി. 20 വർഷങ്ങൾക്ക് ശേഷമാണ് പുലർച്ചെ 5 മണിയോടെ ഭാര്യ മിനി പിള്ള, സുഹൃത്ത് നരേന്ദ്രൻ എന്നിവരോടൊപ്പം അനിൽകുമാർ സന്നിധാനത്തെത്തിയത്. ദക്ഷിണാഫ്രിക്കയിലെ ഈസ്റ്റേൺ കേപ്പ് പ്രവിശ്യയിൽ നിന്നും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 2019-ലും 24-ലും മെമ്പർ ഓഫ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി ദേശീയ വാർത്തകൾ. ഉത്തരേന്ത്യയിൽ അതിശൈത്യം. മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട്. കശ്മീർ, ഹിമാചൽ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ശക്തമായ മഞ്ഞുവീഴ്ചയാണ്. നിരവധി ഹൈവേകൾ അടച്ചിട്ടിരിക്കുകയാണ്. 6 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഏറ്റവും കുറഞ്ഞ താപനില. സഞ്ചാരികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ കൈമാറിയേക്കില്ല. കൈമാറ്റത്തിനായി വേണ്ട പ്രധാന നടപടിക്രമങ്ങൾ ബംഗ്ലാദേശ് സ്വീകരിച്ചിട്ടില്ല എന്ന് ഇന്ത്യ. സങ്കീർണമായ പ്രശ്നങ്ങളിൽ കുറിപ്പിലൂടെ കൈമാറ്റ അഭ്യർത്ഥന നടത്തിയതിൽ ഇന്ത്യക്ക് അതൃപ്തി.
1971 സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ബംഗബന്ധു ഷെയ്ഖ് മുജാബിർ റഹ്മാൻ അല്ല എന്ന് സമർത്ഥിച്ച് ബംഗ്ലാദേശിലെ പുതിയ പാഠപുസ്തകം. അന്ന് പട്ടാളത്തിൽ മേജറായിരുന്ന സിയാവൂർ റഹ്മാനാണ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എന്നാണ് പുതിയ പാഠം. കൂടാതെ മുജാബിർ റഹ്മാന് ഇക്കാലമത്രയും നൽകിവന്ന രാഷ്ട്രപിതാവ് എന്ന സ്ഥാനവും പാഠപുസ്തകങ്ങളിൽ നിന്നും നീക്കി. ഇന്ത്യ ബംഗ്ലാദേശ് കസ്റ്റഡിയിൽ ഉള്ള മത്സ്യത്തൊഴിലാളികളെ വിട്ടയക്കാൻ ധാരണ. ഇന്ത്യയിലെ ജയിലുകളിൽ ഉള്ള 90 ബംഗ്ലാദേശി മത്സ്യത്തൊഴിലാളികളെ മറ്റന്നാൾ വിട്ടയക്കും. ബംഗ്ലാദേശിലെ ജയിലുകളിൽ ഉള്ള ഇന്ത്യക്കാരായ 95 മത്സ്യത്തൊഴിലാളികളെ വിട്ടയച്ചു. ബീഹാർ രാഷ്ട്രീയത്തിൽ പുതിയ അഭ്യൂഹങ്ങൾക്ക് വഴി തുറന്ന RJD നേതാവ് ലാലു പ്രസാദ് യാദവ്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിനായി തന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്നും വേണമെങ്കിൽ അദ്ദേഹത്തിന് തന്നോടൊപ്പം ചേരാമെന്നും ലാലു. JDU-വിൽ ആശയക്കുഴപ്പമില്ല എന്നും മുഖ്യമന്ത്രിയടക്കം തങ്ങളെല്ലാം NDA-യിൽ ആണ് എന്നും JDU നേതാവ് വിജയ് ചൗധരി. ഏഷ്യയിലെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരം ബാംഗ്ലൂരുവെന്ന സ്വകാര്യ ഏജൻസിയുടെ പഠനം. 10 കിലോമീറ്റർ പിന്നിടാൻ ശരാശരി 28 മിനിറ്റ് 10 സെക്കൻഡ് വേണമെന്ന് നെതർലൻഡ്സ് ആസ്ഥാനമായുള്ള ലൊക്കേഷൻ ടെക്നോളജി കമ്പനിയായ ടോം ട്രാഫിക് ഇൻഡെക്സ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. പൂനെയാണ് 2ാം സ്ഥാനത്ത്. ഇവിടെ 10 കിലോമീറ്റർ പിന്നിടാൻ 27 മിനിറ്റും 50 സെക്കൻഡുമാണ് വേണ്ടത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഫിലിപ്പൈൻസിലെ മനില, തായ്വാനിലെ തായ്ചുങ് എന്നിവയാണ് തൊട്ടുപിന്നിൽ ഉള്ള മറ്റു നഗരങ്ങൾ. അന്താരാഷ്ട്ര വിമാനയാത്രക്കാരുടെ വിവരങ്ങൾ യാത്ര പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പ് വിമാന കമ്പനികൾ കസ്റ്റംസിന് നിർബന്ധമായി കൈമാറണം. ഇത് സംബന്ധിച്ച വ്യവസ്ഥ ഏപ്രിൽ 1 മുതൽ രാജ്യത്ത് നിലവിൽ വരും. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അന്താരാഷ്ട്ര സർവീസുകളിലെ യാത്രക്കാരുടെ വിവരങ്ങൾ ആണ് നൽകേണ്ടത്. പാലിച്ചില്ലെങ്കിൽ വിമാന കമ്പനികൾക്ക് നേരെ ശിക്ഷാ നടപടികൾ ഉണ്ടാകും. ബീഹാറിൽ PUBG ഗെയിം കളിക്കുന്നതിനിടെ 3 കൗമാരക്കാർ ട്രെയിൻ ഇടിച്ചു മരിച്ചു. ഫർക്കർ അലം, സമീർ അലം, ഹബീബുള്ള അൻസാരി എന്നിവർ ആണ് മരിച്ചത്. വെസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ നർക്കട്ടിയാഗഞ്ച് മുസാഫിർപൂർ റെയിൽവേ പാളത്തിൽ ആയിരുന്നു അപകടം ഉണ്ടായത്. അന്താരാഷ്ട്ര വാർത്തകൾ. ചൈനയിൽ വീണ്ടും മാരക വൈറസ് വ്യാപിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് വ്യാപകമായി രോഗബാധ ഉണ്ടാക്കുന്നതായാണ് റിപ്പോർട്ട്. ചുമ, മൂക്കടപ്പ്, പനി തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. കൂടുതലായും കണ്ടുവരുന്നത് കുട്ടികളിലാണ്. എന്നാൽ ഇക്കാര്യങ്ങൾ ചൈനയോ ലോകാരോഗ്യ സംഘടനയോ സ്ഥിരീകരിച്ചിട്ടില്ല. ഉറവിടം അറിയാത്ത ന്യൂമോണിയ കേസുകൾ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയെന്ന് ചൈനയുടെ രോഗനിയന്ത്രണ അതോറിറ്റി വെളിപ്പെടുത്തി. ദക്ഷിണ കൊറിയയിൽ ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റ് യൂൻ സുക് യോളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പരാജയപ്പെട്ടു. യൂനിന്റെ വസതി പോലീസ് വളഞ്ഞു. എന്നാൽ അനുയായികളുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പ്രതിരോധത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. 2024 സെർച്ച് ട്രെൻഡ് വിവരങ്ങൾ ഗൂഗിൾ പുറത്തുവിട്ടപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ വിഭവമാണ് പോൺസ്റ്റാർ മാർട്ടിൻ. ഭക്ഷണ വിഭവ രുചിക്കൂട്ടുകൾക്കായുള്ള അന്വേഷണങ്ങളുടെ കൂട്ടത്തിലാണ് പോൺസ്റ്റാർ മാർട്ടിനി ഇന്ത്യയിൽ 1ാം സ്ഥാനം നേടിയത്. പാഷൻ ഫ്രൂട്ട് ജ്യൂസിനും ലൈം ജ്യൂസിനും ഒപ്പം വോഡ്ക, പാഷൻ ഫ്രൂട്ടിൽ നിന്ന് നിർമ്മിക്കുന്ന മദ്യമായ പസ്ലോവ എന്നിവ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന കോക്ടെയിൽ ആണ് പോൺസ്റ്റാർ മാർട്ടിനി. പ്രാദേശിക വാർത്തകൾ വേഗത്തിൽ. കൊട്ടാരക്കര മൈലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ഭരണസമിതിയുടെ പേരിൽ അഴിമതി ആരോപിച്ചാണ് പ്രതിഷേധം. മൈലം ജംഗ്ഷനിൽ കോൺഗ്രസ് ഏകദിന ഉപവാസം നടത്തി. തിരുവനന്തപുരം മുടവൻമുകളിൽ കാറും ട്രാവലറും കൂട്ടിയിടിച്ച് കാറിനുള്ളിൽ കുടുങ്ങിയ ആളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പൂവച്ച സ്വദേശി സലീമിനെയാണ് രക്ഷിച്ചത്. മുടവൻമുകൾ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപമായിരുന്നു അപകടം. സമൂഹ മാധ്യമം വഴി പെൺകുട്ടിക്ക് അശ്ലീല സന്ദേശം അയച്ച ഡോക്ടർ പിടിയിൽ. കണ്ണൂർ സ്വദേശി അലൻ അലക്സ് ആണ് കോഴിക്കോട് ബീച്ചിൽ പിടിയിലായത്. ഇയാൾ നിരന്തരം മെസ്സേജ് അയച്ച പെൺകുട്ടി ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരം ബീച്ചിലെത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. ബീച്ചിൽ എത്തിയ ഇയാളെ യുവതിയുടെ ബന്ധുക്കൾ ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി. വെള്ളയിൽ പോലീസ് ആണ് അറസ്റ്റ് ചെയ്തത്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. അരൂർ മുഴിയിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാളിയരങ്ങയിലെ
വീട്ടുപറമ്പിൽ ആണ് ആന എത്തിയത്. ശല്യം രൂക്ഷമായതിന്റെ ആശങ്കയിലാണ് നാട്ടുകാർ. വയനാട് പെരുന്തട്ടിയിൽ വീണ്ടും കടുവയിറങ്ങി. കടുവയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിച്ചെടുത്തു നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായത്. പെരുന്തട്ട, വെള്ളാരംകുന്ന് എന്നിവിടങ്ങളിൽ കുറച്ചു ദിവസങ്ങളായി വന്യമൃഗ ആക്രമണം രൂക്ഷമാണ്. കെയറിപ്പ് സോഫ്റ്റ്വെയറിന്റെ മറവിൽ കണ്ണൂർ സർവകലാശാലയിൽ നടന്ന വ്യാജ കോഴ്സിലെ അഡ്മിഷൻ സംബന്ധിച്ച് ചാൻസലർക്ക് പരാതി. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമ്മാസ് ആണ് ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേർക്കറിന് പരാതി നൽകിയത്. വ്യാജ അഡ്മിഷൻ ക്രമക്കേടിന് പിന്നാലെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. തലസ്ഥാനത്ത് ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച വസന്തോത്സവത്തിന് ഇന്ന് കനകക്കുന്നിൽ സമാപനമാകും. അർദ്ധരാത്രി വരെ പുഷ്പമേളയിലേക്ക് പ്രവേശനമുണ്ടാകും. ക്രിസ്മസ് ദിനത്തിൽ ആരംഭിച്ച അപൂർവ ഇനം പൂക്കളുടെയും വിസ്മയം നിറയ്ക്കുന്ന അലങ്കാരങ്ങളുടെയും കാഴ്ച ആസ്വദിക്കുന്നതിനായി ഇതിനോടകം തന്നെ 2.5 ലക്ഷത്തിൽ അധികം ആളുകൾ എത്തിയെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. ടൂറിസം വകുപ്പ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായി ചേർന്നാണ് ആഘോഷം. അക്കിത്തത്തിന്റെയും MTയുടെയും സ്മരണിക പുറത്തിറക്കി പാലക്കാട് കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു സ്മരണിക തയ്യാറാക്കിയത്. കവി ആലങ്കോടൻ ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിലെ പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു. വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും നടന്നു. കോഴിക്കോട് മണാശ്ശേരിയിൽ ഓവുചാലിൽ വീണ് യുവാവിന് പരിക്കേറ്റു. മണാശ്ശേരി സ്വദേശി ബൈജുവിനാണ് പരിക്ക് പറ്റിയത്. വീഴ്ചയിൽ തുടയെല്ല് പൊട്ടി. ഓവുചാൽ സ്ലാബിട്ട് മൂടാത്ത ഭാഗത്തായിരുന്നു അപകടം. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കായംകുളം കദീശ ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ദ്വിശതാബ്ദിയുടെ ഭാഗമായി മെഗാ മാർഗംകളിയും മാർത്തമറിയും സമാജ സംഘവും സംഘടിപ്പിച്ചു. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര ഭദ്രാസനാധിപൻ എബ്രഹാം മാർ എപ്പിഫാനിയോസ് അധ്യക്ഷനായി. വളപട്ടണം പാലം പാപ്പിനിശ്ശേരി റോഡിൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നു. പുതിയ തെരു, പാപ്പിനിശ്ശേരി, പഴയങ്ങാടി റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ ഗതാഗതക്കുരുക്കഴിക്കാനാണ് തീരുമാനം. ജനുവരി 8 വരെയാണ് പരിഷ്കാരം നടപ്പിലാക്കുന്നത്. കാർട്ടൂണിസ്റ്റ് MV ജോർജ് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. രാവിലെ 9:30 അന്ത്യം. കേരള കാർട്ടൂൺ അക്കാദമി വിശിഷ്ടാംഗമാണ്. സംസ്കാരം പിന്നീട്. ഉപ്പായി മാപ്ല എന്ന കാർട്ടൂൺ കഥാപാത്രം ജോർജ് കുമ്പനാടിന്റെ സൃഷ്ടിയാണ്. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം സുമതി വളവിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. അഭിലാഷ് പിള്ളയുടേതാണ് തിരക്കഥ. നർമ്മവും ഹൊററും കൂട്ടിച്ചേർത്താണ് ചിത്രം ഒരുക്കുന്നത്. അർജുൻ അശോകൻ, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, ഗോകുൽ സുരേഷ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ദിലീപിനെ നായകനാക്കി നവാഗതൻ ആയ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഭഭവയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. തമിഴ്നാട് രജിസ്ട്രേഷനിൽ ഉള്ള ജിപ്സിയുടെ ബോണറ്റിൽ ഇരിക്കുന്ന ദിലീപിനെയാണ് പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത്. കായിക വാർത്ത. സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് 185 റൺസിന് അവസാനിച്ചു. 40 റൺസ് എടുത്ത ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയയ്ക്ക് ഉസ്മാൻ ഖവാജിയുടെ വിക്കറ്റ് നഷ്ടമായി. ഒന്നാം ദിന മത്സരം അവസാനിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസ് എന്ന നിലയിലാണ് ഓസ്ട്രേലിയ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. 63ാമത് കേരള സ്കൂൾ കലോത്സവമാണ് അനന്തപുരിയിൽ പുരോഗമിക്കുന്നത്. ഒട്ടനവധി അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ.